Work and Energy Part 4 Video. Integrating Equation of Motion in Several Dimensions. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഇക്വേഷൻ ഓഫ് മോഷൻ എഫ് ഈക്വൽ ടു എം ഇ അല്ലെങ്കിൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് ആർ, ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒ എന്ന് പറയുന്ന നമ്മളുടെ ഒറിജിൻ റെഫറൻസ് പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് ഉണ്ട്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കുറേ എൻറ്റയർ ലെങ്ത്തിന് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കൺസിഡർ ചെയ്തിട്ട് ചെറിയൊരു എലമെൻ്റൽ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ടോട്ടൽ കാണണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ ആർ ഐ ആർ എഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനെ സ്കാലാർ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന് ഇതുപോലെ എഴുതാൻ പറ്റും. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡെൽറ്റ ആർ ഈക്വൽ ടു എഫ് ഡോട്ട് ഡെൽറ്റ ആർ. ഓരോ സെഗ്മെൻറ്റിൻ്റെയും കേസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കുറേ സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സെഗ്മെൻറ്റാണ് ഐ എന്ന് വിചാരിക്കുക. സോ എം ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി ഇൻറ്റു ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു എഫ് ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതിനെ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? കുറേ പേരുള്ളതിനെ കൊണ്ട് സപ്പോസ് എൻ നമ്പർ ഓഫ് ചെറിയ സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. സോ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി ഇൻറ്റു ഡെൽറ്റ ആർ ഐ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n വെക്റ്റർ എഫ് ഡോട്ട് ഡെൽറ്റ വെക്റ്റർ ആർ ഐ. ഇതാണ് നമ്മുടെ ജനറൽ ഫോമിൽ ഉണ്ടാകുന്നത്. ഒന്നുമില്ല, നമ്മുടെ തൊട്ട് മേലുള്ള ഇക്വേഷനെ സമേഷൻ കൊടുത്തിട്ട് ജനറലൈസ് ചെയ്ത് എഴുതിയതാണ്. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എൽ എച്ച് എസ് നമുക്ക് ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്നൊരു ടേം ഉണ്ട് അല്ലേ? ഈ ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. സോ ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു വെക്റ്റർ വി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ നമ്മുടെ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഡി വി ഐ ബൈ ഡി ടി ഇൻറ്റു വി ഐ ഡെൽറ്റ ടി ഐ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഡോട്ട് ഡെൽറ്റ ആർ ഐ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തത്. ഇതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ആർ ഐ ടെൻസ് ടു 0 ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു ഡി ആർ ഐ എന്ന് എഴുതാം. ഡെൽറ്റ ടി ഐനെ നമുക്ക് ഡി ടി ഐ എന്നും എഴുതാൻ പറ്റും. സോ ഈ കേസിൽ നമ്മൾ സമ്മേഷന് പകരം ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ നമ്മുടെ മേലത്തെ ഇക്വേഷൻ നമുക്ക് ഇൻറ്റഗ്രൽ ഫോമിൽ ഇതുപോലെ കിട്ടും. ഇൻറ്റഗ്രൽ ടി ഐ ടു ടി എഫ് എം ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി ഇൻറ്റു വി ഐ ടി ഐ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് എഫ് ഡോട്ട് എഫ് ഓഫ് ആർ ഡൈ ആർ. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ ടി ഐ ടു ടി എഫ് എം ബൈ 2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സ്ക്വയർ ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ. ഒന്നുമില്ല, റൈറ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എത്തുന്നത് താഴോട്ട് വരുന്ന സമയത്ത് ഒന്നുമില്ല, നമുക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഈ താഴത്തെ ഇക്വേഷന് മേലത്തെ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ അതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കി നോക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് വി സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? നമുക്ക് 2 ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് വരും. സോ 2ഉം 2ഉം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ മേലത്തെ ഇക്വേഷൻ കിട്ടും. സോ ഇതിനെ നമുക്ക് മേലോട്ട് കൊണ്ടുവരാൻ പറ്റും എളുപ്പത്തിൽ. സോ ഇവിടെ നമ്മൾ അതിൻ്റെ റിവേഴ്സ് ഫോമിൽ എഴുതിയതാണ്. ഇനി ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റഗ്രേഷനും ഉണ്ട് ഡിഫറൻസിയേഷനും ഉണ്ട്. സോ അത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എം ബൈ 2 ഇൻറ്റു വി സ്ക്വയർ ലിമിറ്റ് ടി എഫ് ബൈ ടി ഐ. അപ്പർ ലിമിറ്റ് ടി എഫ്, ലോവർ ലിമിറ്റ് ടി ഐ ആണ്. റൈറ്റ് സൈഡ് നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ എന്ന് എഴുതാൻ പറ്റി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം ബൈ 2 വി എഫ് സ്ക്വയർ മൈനസ് എം ബൈ 2 വി ഐ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് എഫ് ഓഫ് ആർ ഡോട്ട് ഡി ആർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെവറൽ ഡയമെൻഷൻ്റെ കേസിലെ ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വർക്ക് എനർജി തിയറം ഇൻ ജനറൽ. ജനറൽ ഫോമിൽ നമ്മളുടെ വർക്ക് എനർജി തിയറത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് എനർജി തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ.
അതായത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ എളുപ്പത്തിൽ KF മൈനസ് KI ഈക്വൽ ടു WFI എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇവിടെ WFI എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷനാണ്. ഇൻ്റഗ്രൽ RI ടു RF F.dr നമ്മൾ WFI എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം, നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ W(J)FI ഈക്വൽ ടു ഇൻ്റഗ്രൽ RI ടു RF F.dr എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ സമ്മേഷൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ WFI ഈക്വൽ ടു സിഗ്മ J ഈക്വൽ ടു 1 to N WJFI എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിതിനെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ വെക്റ്റർ F ഈക്വൽ ടു M ഇൻറ്റു R''CM. CM എന്ന് ഉദ്ദേശിച്ചത് സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ്. അതിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ആക്സിലറേഷന് ഈക്വലൻ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു M dVCM/dt. അങ്ങനെ നമുക്ക് എഴുതാം. കാരണം ഫോഴ്സ് ഈക്വൽ ടു MA ആണ്. M ഇൻറ്റു R'', അതായത് R'' എന്ന് പറയുന്നത് ആക്സിലറേഷനാണ് MA. അതേപോലെ തന്നെ M ഇൻറ്റു dVCM/dt എന്ന് പറയുന്നതും ആക്സിലറേഷനാണ്. സോ നമ്മൾ സൈഡിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് R' എന്ന് പറയുന്ന വെലോസിറ്റിയും R'' എന്ന് പറയുന്നത് ആക്സിലറേഷനുമാണ്. സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ മാലത്ത് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യും? ഇൻ്റഗ്രൽ RCMI ടു RCMF, അതായത് സെൻറ്റർ ഓഫ് മാസ് ആണ് R പൊസിഷൻ വെക്ടർ കാണിക്കാനാണ് CM അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇനീഷ്യലും ഫൈനലാണ് Iയും Fഉം. ഇൻ്റഗ്രൽ RCI ടു RCMF F.drCM ഈക്വൽ ടു 1/2 M ഇൻറ്റു VCM സ്ക്വയർ സഫിക്സ് F മൈനസ് ഹാഫ് M VCM സ്ക്വയർ സഫിക്സ് I. ഇതാണ് നമ്മളുടെ ഈ കേസിലുണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ മേലുള്ള നമ്മളിപ്പോൾ എഴുതി വെച്ച ഇക്വേഷനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷണൽ മോഷൻ്റെ കേസിൽ, റൊട്ടേഷണൽ മോഷൻ അല്ല, വെറും ട്രാൻസ്ലേഷണൽ മോഷൻ്റെ കേസിലുള്ള ഇക്വേഷനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോണിക്കൽ പെൻഡുലം. കോണിക്കൽ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ല, പകരം റൊട്ടേഷണൽ മോഷനാണ്. നമ്മളൊരു കോണിക്കൽ പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്കറിയാം ഇതിൻ്റെ മാസിനെ നമ്മൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അതിനൊരു റോഡ് ഉണ്ട്, ആ റോഡിൻ്റെ മാസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, ലെങ്ത്ത് L ആയിട്ട് കൺസിഡർ ചെയ്യാം. അതൊരു ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ അതിന് രണ്ട് ഫോഴ്സുകളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ വെയിറ്റ്, മാസ് കാരണം ഉണ്ടാകുന്ന വെയിറ്റ്, അതേപോലെ ടൈ ചെയ്ത് വെച്ചതിനെ കൊണ്ട് ടെൻഷൻ. ഇവിടെ ടെൻഷൻ ആണെങ്കിലും ശരി, അതിൻ്റെ വെയിറ്റ് W ഈക്വൽ ടു mg എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സുകളും 0 ആണ്. കാരണം നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും mgയും drഉം പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ടെൻഷനും drഉം പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതിനെ കൊണ്ട് അവിടെ രണ്ട് കേസിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ F.dr ഈക്വൽ ടു 0, അതായത് വർക്ക് ഡൺ 0 ആണ്. അതിൻ്റെ അർത്ഥം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ V ഈക്വൽ ടു R ഒമേഗ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. V ഈക്വൽ ടു R ഒമേഗയാണ്. സോ ഹാഫ് mv² എന്ന് വരെ നമുക്ക് ഹാഫ് R² ഒമേഗ² എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മളുടെ കോണിക്കൽ പെൻഡുലത്തിൻ്റെ കേസിലുള്ള എക്സ്പ്രഷൻ. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എസ്കേപ്പ് വെലോസിറ്റി ഇൻ ജനറൽ ഫോം. എസ്കേപ്പ് വെലോസിറ്റി ഇൻ ജനറൽ ഫോം. എസ്കേപ്പ് വെലോസിറ്റീൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മൾ അതിൻ്റെ ജനറൽ ഫോമാണ് കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത സമയത്ത് ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കേസായിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ എർത്തിൻ്റെ സർഫസിന് വേർട്ടിക്കലായിട്ടുള്ള ആക്സിസിൽ നിന്ന് ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് നമ്മൾ V0 എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. നമ്മളുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെക്റ്റർ F ഈക്വൽ ടു -gmm/r² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ r cap. ഇത് നമ്മുടെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. സോ ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ലോയുമായിട്ട് അതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? gmm/r² ഈക്വൽ ടു mg എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് എഴുതിയ ഫോഴ്സിൻ്റെ ഇക്വേഷനെ നമുക്ക് ഇതുപോലെ എഴുതാം. വെക്റ്റർ F ഈക്വൽ ടു -mg r² /r² ഇൻറ്റു r cap.
ഇനി ഇവിടെ നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി ആർ ഈക്വൽ ടു ആർ ക്യാപ് ഡി ആർ പ്ലസ് തീറ്റ ക്യാപ് ആർ ഡി തീറ്റ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ വർക്ക് എഫ് ഡോട്ട് ഡി ആർ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ ഈക്വൽ ടു മേലുള്ള എഫിൻ്റെയും ഡി ആറിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് എം ജി ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഡോട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർ ക്യാപ് ഡി തീറ്റ പ്ലസ് തീറ്റ ക്യാപ് ആർ ഡി തീറ്റ എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു മൈനസ് എം ജി ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ വർക്ക് എനർജി തിയറത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ആദ്യം ഈ റൈറ്റ് സൈഡിൽ എഴുതിയ കാര്യം ഒന്ന് നോക്കാം. നമ്മളുടെ വർക്ക് എനർജി തിയറം എന്താണ് പറയുന്നത്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാണ്. എഫിന് പകരം നമുക്കിവിടെ കിട്ടിയ എഫ് ഡോട്ട് ഡി ആറിന് പകരം നമുക്കുള്ള ഈ ഒരു ഇക്വേഷൻ, ഇവിടെയുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ ഐ ടു ആർ എഫ് മൈനസ് എം ജി ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. സോ ആ വാല്യൂ ആണ് നമ്മൾ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറത്തിൻ്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൈനസ് എം ജി ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് മൈനസ് എം ജി ആർ സ്ക്വയർ മൈനസ് 1 ആർ ആർ ലോവർ ലിമിറ്റ് ആർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ജി ആർ സ്ക്വയർ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് 1 ആർ വിത്ത് അപ്പർ ലിമിറ്റ് സ്മോൾ ആർ ആൻഡ് ലോവർ ലിമിറ്റ് ക്യാപിറ്റൽ ആർ. അത് നമുക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ മൈനസ് എം ജി ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ആർ, 2 മൈനസ് വരുന്നതിനെ കൊണ്ട് പ്ലസ് 1 ആറും കൂടി വരും. ഇനി നമ്മൾ സ്മോൾ ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. കാരണം എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു സർട്ടൺ ഹൈറ്റിലേക്കാണ് ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുന്നത്. സോ നമുക്ക് അപ്പർ ലിമിറ്റ് സ്മോൾ ആറിനെ ഇൻഫിനിറ്റി ആക്കി എടുക്കാം. ആ സമയത്ത് നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി വി ഒ ഈക്വൽ ടു വി ഇ വരും ആൻഡ് നമ്മളുടെ ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു 0 വരും. സോ നമ്മളുടെ ഇക്വേഷൻ 0 ഈക്വൽ ടു മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ജി ആർ സ്ക്വയർ ബൈ ആർ കിട്ടും. സോ നമ്മൾ രണ്ട് നെഗറ്റീവും സ്മോൾ ലെറ്റർ എം രണ്ട് സൈഡിലും കട്ട് ചെയ്തു. റൈറ്റ് സൈഡിലുള്ള ആർ സ്ക്വയറും ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി വി ഇ ഈക്വൽ ടു √2 ജി ആർ കിട്ടും. അതിൻ്റെ വാല്യൂ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 11.2 km/s എന്ന് കണ്ടുപിടിച്ചത്. സോ ഇവിടെ നമുക്ക് സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് മിനിമം ഒരു വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓവർകം ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഈ വെലോസിറ്റി ആയിരുന്നു നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 11.2 km/s ആണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.